വെൽക്കം ബാക്ക് ഡേ. അങ്ങനെ ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. വീഡിയോയിലേക്ക് പോകുന്ന ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗാണ്, ഒരു ചെറിയൊരു ട്രാവൽ വ്ളോഗാണ്. വേറെ എവിടെയല്ലേ, നമ്മളെ സ്വന്തം കൊല്ലം ബീച്ചിലാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല, അപ്പം ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റാൻഡിൽ നേരെ ബസ്സൊക്കെ പിടിച്ച് നേരെ അങ്ങനെ ബീച്ചിലെത്തിയിരിക്കണം. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അയാനും ഐറവും ഇത്തി എല്ലാവരും ഉണ്ട്. ഞങ്ങൾ 4 പേരോട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാനായിട്ട് വന്നതാണ് കേട്ടോ. നല്ല തിരക്കുണ്ട് കേട്ടോ. അതും ഫുൾ, നമ്മുടെ ബീച്ച് ഫുൾ ആളാണ്. മൂന്ന് ഇജാതി വ്യൂ കേട്ടോ, ഒരു രക്ഷയില്ലത്. അതും ഈവനിങ് ടൈമും കൂടെ ആയതുകൊണ്ട് നല്ല അത് ആ ഒരു ഓറഞ്ച് റെഡ് കളറിൽ ആ സൂര്യൻ ഇങ്ങനെ ഗ്ലോ ചെയ്ത് സ്വർണ്ണം തിളങ്ങി നിൽക്കുന്ന പോലെ നിൽക്കുന്നത് കേട്ടോ. നമ്മൾ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പരിപാടി എന്തുവാ, നേരെ പോയി കാലങ്ങോട്ട് നനയ്ക്കുക. അപ്പൊ നമുക്ക് എന്തായാലും നനച്ചാലോ. കാല് നനയ്ക്കുന്ന കാര്യം പറഞ്ഞപ്പോ തന്നെ ഐറുദേ കൂട്ടിയും തുറന്നു വിട്ട പറവയെ പോലെ ദാ പോയി. അതിൽ അത്യാവശ്യം എന്തായാലും ഇപ്പൊ ശാന്തമാണ്. അപ്പോഴേക്കും ഇത്തിരി 2 പേരെ കൊണ്ട് കാല് നനയ്ക്കാനായിട്ട് റെഡി. ഇതാണ് വെള്ളം വന്നപ്പോൾ അവസ്ഥ. പിള്ളേരൊക്കെ ഒരു ഹാപ്പിനെസ് ഒന്ന് നോക്കേ. അവനും ഒന്ന് നൈസായിട്ട് നനച്ച് കേട്ടോ. അങ്ങനെ നോക്കി നിന്നപ്പോ ദാ ലാസ്റ്റ് ഒരു നല്ലൊരു തിര വന്നു. അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ച് പോവാറായി. നല്ല രീതിയിൽ ഇരുട്ടും വീണ്. ഇവിടുന്ന് കയറിയപ്പോ അവസ്ഥ ഇതാണ്. പിന്നെ വെള്ളവും കാലും മണ്ണും എല്ലാം തമ്മിലുള്ള അവരുടെ ഒരു സ്നേഹപ്രകടനം. പയ്യ അവിടുന്ന് നടന്ന് ഒരു പാനിപ്പൂരി വിൽക്കുന്ന ചേച്ചിയുടെ അടുത്ത് വന്നു. ഒരു സെറ്റ് പാനിപ്പൂരി. ഞാൻ പിന്നെ പാനിപ്പൂരി ലവറല്ല ഗൈസ്, കഴിക്കാറുമില്ല. പിന്നെ ഇത്തി നിർബന്ധിച്ചപ്പോ ഒരെണ്ണം നൈസാട്ടം കഴിച്ച്. കൊള്ളാം, മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ഒരു ഐസ്ക്രീം. പേപ്പർ വരെ തിന്നുന്ന രീതിയിൽ എവിടെ ഐറു ഇരുന്ന് തിന്നോണ്ടിരിക്കുന്നത് അതാട്ടോ, തമാശക്ക് പറഞ്ഞു. ഞങ്ങളിതേ ഫുൾ ബീച്ച് ഫുൾ കറങ്ങി അവിടെ കുറച്ച് നേരം ഇരുന്ന് വൈബ് അടിച്ചിട്ട് ഇനി ബീച്ചിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ജലകളി പാർക്കുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് പോവാണ്. അപ്പം ഐറൂവിനെ പാർക്കിൽ കയറണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തത് അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 രൂപയാണ്. എല്ലാവർക്കും 10 രൂപയാണ്. അപ്പം 4 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാവരും ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് സെപ്പറേറ്റ് എല്ലാ റൈഡിലോട്ടും സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്തിടാൻ കയറാം. ഐറൂസിലെ അടിപൊളി ഹാപ്പി അല്ലേ ഐറു? ഹാപ്പിയാണോ? നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ചെറുപ്പക്കാരൻ ഒരു കാളയുമായിട്ടുള്ള മൽപ്പിടുത്തമാണ്. അത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ഹാപ്പി ആവുക. കാരണം ഒരുപാട് നമുക്ക് വിഷമങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം ലൈഫിലുള്ളതാണ്. ഒരു അപ്സ് ഉള്ളപ്പോൾ ഒരു ഡൗൺ ഉണ്ടാവും, അത് ഉറപ്പാണ്. പക്ഷേ ഒരു ഡൗൺ ഉണ്ടായെന്നും പറഞ്ഞ് അത് നോക്കി നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഓർത്ത് നമ്മുടെ പ്രസൻറ്റ് നമ്മൾ ഇല്ലാതാക്കത്തുള്ളൂ. സോ നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ അതായത് ബിൽഡ് ചെയ്ത് നമ്മൾ നല്ലപോലെ ആക്കുക. അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നുമില്ല കേട്ടോ. 2 പേരും അവിടെ ചാടിയൊക്കെ കളിച്ചോണ്ടിരിക്കുക. ഐറു എന്തോ ചെയ്യാൻ പോവാ? വെള്ളത്തിൽ കളിക്കാന്. അങ്ങനെ നമ്മൾ ഐറു ഇറങ്ങാൻ പോവാണ് ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് ഫുൾ ഫ്രഷായി നമ്മുടെ ടയർഡ്നെസ് ഒക്കെ മാറ്റിയിട്ടാണ് ഔട്ടർ എടുക്കുന്നത്. അപ്പൊ ഐറു എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ യാത്ര? അവിടെ പറ, അങ്ങോട്ട് നോക്കി പറ. പിന്നെ വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടോ താങ്കൾക്ക്? അയാൻ പറ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ വൈബ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നു. അപ്പം ആ വൈബ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കിട്ടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങൾ മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതാ ഈ കാണുന്നവരെല്ലാവരും നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഇറ്റ്സ് മീ മാക്മോസ് സൈനിങ് ഓഫ്.